വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നിനുമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ ഓക്സിഗ്ലോയുടെ സ്ട്രെയിറ്റനിങ് ക്രീം വെച്ചിട്ട് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അല്ല, ശരിക്കും പറഞ്ഞാൽ അത് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്യാൻ ലേശം വൈകിപ്പോയതാണ് കേട്ടോ, എല്ലാവരും സോറി. അപ്പോ കുറെ പേരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ആ വീഡിയോ ചെയ്തത് തന്നെ. അപ്പോൾ ഇന്ന് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള എന്റെ ഹെയറിന്റെ ഒരു എന്താണ് അപ്ഡേറ്റ് എന്ന് 2-3 പേര് ചോദിച്ചതിന്റെ പുറത്താണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ 3 ദിവസം, നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള 3 ദിവസം വളരെ നന്നായിട്ട് മുടി ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ എന്റെ പോലെ ഇവിടെ ഇങ്ങനെ ഇതുണ്ടോ കേൾസ് വരും. മനസ്സിലായി? ഞാൻ ഫേസ് വാഷ് ചെയ്ത സമയത്ത് ഇവിടെയൊക്കെ നനഞ്ഞു. അങ്ങനെ എനിക്കിത് ഇവിടെ എല്ലാം കേൾസ് വന്നു. കണ്ട, ഇവിടെ എല്ലാം ഉണ്ട് കേൾസ്. ഇവിടെ ഈ സൈഡിലാണ് എനിക്ക് ശരിക്കും നന്നായിട്ട് കേൾസ് വന്നത് കേട്ടോ. ഫേസ് ഇങ്ങനെ വാഷ് ചെയ്ത സമയത്ത് ഇവിടെ എല്ലാം നനഞ്ഞു. അപ്പൊ നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നന്നായിട്ട് കവർ ചെയ്യുക കേട്ടോ. ഇവിടെ ഇങ്ങനെ എന്തേലും ഒരു ഹെയർ ബാൻഡോ അങ്ങനെ എന്തേലും ഒന്ന് വെച്ച് കവർ ചെയ്തതിന് ശേഷം സൂക്ഷിച്ച് ഫേസ് വാഷ് ചെയ്യുക. ഇല്ലെങ്കിൽ എന്റെ ഈ ഗതി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് അത് വരാതിരിക്കട്ടെ. മാത്രമല്ല, എന്റെ ഹെയർ ഒന്ന് നന്നായിട്ട് വേർത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. വേർക്കുന്നതൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്കിത് ഇവിടെയും ചെറുതായിട്ട് കേൾസ്, ഇവിടെയല്ല ഈ സൈഡിലാണ് തോന്നുന്നു കേട്ടോ. ഈ സൈഡിലും ചെറുതായിട്ട് കേൾസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെള്ളം തൊടാതിരിക്കുക. മാക്സിമം വെള്ളം തൊടാതിരിക്കുക. 3 ദിവസം നിങ്ങൾ കുളിക്കാതിരുന്നാലും കുഴപ്പമില്ല. അപ്പം വെള്ളം തൊടരുത്. മുടി ആ 3 ദിവസം നന്നായിട്ട് വെള്ളം തൊടാതെ കെയർ ചെയ്യുക. മാത്രമല്ല, വേർക്കാതെ, ഒരു പരിധിയിലപ്പുറം വേർക്കാതെ മുടി ശ്രദ്ധിക്കുക. ഇവിടെ എനിക്ക് നന്നായിട്ട് അറിയുന്നുണ്ട് കേട്ടോ. ഇവിടെ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വളഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫേസ് വാഷ് ചെയ്യുമ്പോൾ പ്രത്യേകം അത് ശ്രദ്ധിക്കുക. പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മള് ഷാമ്പൂവും കണ്ടീഷണറും ഹെയർ മാസ്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെയർ മാസ്ക് യൂസ് ചെയ്യാം. ഷാമ്പൂവും കണ്ടീഷണറും ഇട്ട് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യുക. ക്രീമൊന്നും മുടിയിൽ ഇരിക്കാതെ നന്നായിട്ട് തന്നെ വാഷ് ചെയ്യുക. വാഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇട്ട് ഒരയ്ക്കാതിരിക്കുക. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയാണ്. അപ്പം ഷാമ്പൂവും കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ പാരബിനും സൾഫേറ്റും ഒന്നുമില്ലാത്ത നല്ല ഷാമ്പൂവും കണ്ടീഷണറും ഉപയോഗിക്കുക. പാരബിനും സൾഫേറ്റും ഇല്ലാത്തത് എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ സ്ട്രെയിറ്റനിങ് ചെയ്തത് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാരബിനും സൾഫേറ്റും ഉള്ളതൊന്നും ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. മാത്രമല്ല, ഹെയറിന് അത് കൊള്ളത്തുമില്ല. അപ്പൊ അതുകൊണ്ടാണ് പാരബിനും സൾഫേറ്റും ഇല്ലാത്ത നല്ല നല്ല ഷാമ്പുകൾ നോക്കി നിങ്ങൾ യൂസ് ചെയ്യുക. പാരബിനും സൾഫേറ്റും ഇല്ലാത്ത ഏതും ഉപയോഗിക്കാം. പിന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവര് സ്ട്രെയിറ്റനിങ് ഹെയറിന് വേണ്ടി മാത്രമുള്ള ഷാമ്പുവും കണ്ടീഷണറും യൂസ് ചെയ്യാം. അതിന്റെ ഹെയർ മാസ്കും കിട്ടും, അത് യൂസ് ചെയ്യുക. അല്ലാത്തവര് പാരബിനും സൾഫേറ്റും ഇല്ലാത്തത് ആണേലും യൂസ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്റെ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു ഹെയർ ആണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ വീഡിയോയുടെ അടിയിൽ ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു, എന്റെ മുടി ഭയങ്കര ഡ്രൈ ആണെന്ന്. അത് ഓൾറെഡി എന്റെ ഹെയർ നാച്ചുറലായിട്ട് ഇങ്ങനെയാണ്, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു ഹെയർ ആണ്. ഒരുപാട് ഡ്രൈ അല്ല, എന്നാലും അത്യാവശ്യം ഇങ്ങനെ പറന്നു കിടക്കുന്ന ഒരു മുടിയാണ്. എന്റെ എത്ര എണ്ണ വെച്ചാലും എന്റെ മുടി ഇങ്ങനെ കിടക്കുള്ളൂ. അതെന്താന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ പല സാധനങ്ങളും ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ എന്റെ മുടി ഇങ്ങനെ പറന്നിങ്ങനെ ഭും പോലെ കിടക്കുള്ളൂ. പിന്നെ ഒരു കണക്കിന് പറഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ്. കാരണം ഉള്ളു കുറഞ്ഞാലും ഭുമ്മെന്ന് കിടക്കുമ്പോൾ നമുക്ക് ഒരുപാട് മുടിയുണ്ടെന്ന് തോന്നുമല്ലോ. അപ്പം എന്റേത് അങ്ങനെ കിടക്കുള്ളൂ. അപ്പം പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം, ഞാൻ നിങ്ങളെ ആരും നിർബന്ധിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്യണം. നിങ്ങളെ ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ ഉറപ്പായിട്ടും ഇതേ ചെയ്യാവൂ, അല്ലെ ഞാൻ പറയുന്നത് പോലെ ചെയ്യാവൂ എന്ന് ഞാൻ ഒരിക്കലും നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. കാരണം നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് അനുസരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ നിങ്ങളോട് നിർബന്ധമായി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒന്നല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കമന്റ് ആണോ, അതുകൊണ്ടാണ് ഞാനിപ്പോ പറയുന്നത്. ആഗ്രഹമുള്ളവര് ചെയ്തു നോക്കാം. പറ്റുന്നവര് സലൂണിൽ തന്നെ പോയി ചെയ്യാം. എനിക്കിപ്പോ സലൂണിൽ പോയി അത്രയും സ്പെൻഡ് ചെയ്യാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ തന്നെ ഇത് ചെയ്യുന്നത്. അങ്ങനെ സമയമില്ലാത്തവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. സമയമുള്ളവർക്ക് സലൂണിൽ പോയി ചെയ്യാം കേട്ടോ. അപ്പം അല്ലാതെ ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം
ചെയ്താൽ മതി. ഓക്കെ, ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. ഒരുപാട് പേര് ചോദിക്കുന്നത് കൊണ്ട് ഞാൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ പറ്റില്ല എന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ സലൂണിൽ തന്നെ പോയി ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഒരു തവണയെങ്കിലും നിങ്ങൾ സലൂണിലൊക്കെ പോയി ചെയ്തിട്ട് വേണമെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്തോ, അതായിരിക്കും നല്ലത്. പിന്നെ സ്ട്രൈറ്റനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ 3 ദിവസം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെയർ ടൈ ചെയ്യാതിരിക്കുക. മുടി നമ്മൾ കെട്ടുമ്പം ഇവിടെ ഒരു ഒടിവ് വരും. ഇവിടെ ഇങ്ങനെ ഒരു ഒടിവ് വരും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹെയർ കെട്ടി വെക്കരുതെന്ന് പറയുന്നത്. അപ്പം ഞാൻ പക്ഷെ ഇടയ്ക്കൊക്കെ കെട്ടിവെക്കാറുണ്ട്. കെട്ടിവെച്ചാലും അധിക നേരം ഞാൻ അങ്ങനെ കെട്ടിവെക്കാറില്ല. മാത്രമല്ല ഞാൻ വേഗം തന്നെ സ്ട്രെയിറ്റ്നർ എടുത്തിട്ട് അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് വിടാറുണ്ട് വേഗം. അപ്പൊ ഇവിടെ എനിക്ക് അങ്ങനെ ഒടിവ് വരാറില്ല. പിന്നെ ഞാൻ ഇവിടെ ഇച്ചിരി ചുരുട്ടാറുണ്ട് കേട്ടോ. മീൻസ് ഇവിടെ എനിക്ക് ഇച്ചിരി ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നതാണ് ഇഷ്ടം. ഫുൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അപ്പൊ ഞാൻ ഇവിടെ വരെ ഇങ്ങനെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ നോക്കാറുണ്ട്. ഇവിടുന്ന് താഴോട്ട് എനിക്ക് ഇച്ചിരി വളഞ്ഞു കിടക്കുന്നതാണ്, ഒരു വേവി ഹെയർ പോലെ കിടക്കുന്നതാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് അതിനുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഫുൾ ഇങ്ങനെ കുറ്റിച്ചൂല് പോലെ കിടക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെ വേണ്ടെന്നൊന്നും പറയില്ല, എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്ക് മുടിക്ക് അല്ലെങ്കിൽ അറ്റം വരെ ഒട്ടും കട്ടിയില്ലാത്ത പോലെ തോന്നും. അതുകൊണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ കുറച്ചൊരു ബൗൺസി ഹെയർ പോലെ തോന്നുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ ചുരുട്ടി പിടിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ചുരുട്ടി പിടിച്ച് ഇവിടെ ഇങ്ങനെ വളഞ്ഞു വരാറുണ്ട്. എനിക്ക് ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പം മുടി കെട്ടിവെക്കുന്ന ശ്രദ്ധിക്കുക, മുടി കെട്ടിവെക്കാതിരിക്കുക. ചെവിയുടെ ബാക്കിൽ പോലും മുടി എടുത്ത് വെക്കരുത്. കണ്ട, മുടിയുടെ അങ്ങനെ ബാക്കിലൊക്കെ വെച്ചിട്ടാണ് എനിക്ക് ഇവിടെ ചെറിയൊരു ഒടിവ് കേട്ടോ. പ്രത്യേകിച്ച് പിള്ളേരുള്ളവർക്ക് ഇങ്ങനെ അഴിച്ചിട്ടുകൊണ്ട് നടക്കാൻ പറ്റൂല. പിള്ളേർ പിടിച്ച് ഇലയെല്ലാം വലിച്ച് അവര് പല വഴിക്ക് മുടി കൊണ്ടുപോകും. അതുകൊണ്ട് ചില സാഹചര്യങ്ങൾ അമ്മമാരായവർക്ക് മുടി കെട്ടിവെക്കേണ്ട സാഹചര്യങ്ങൾ വരാം. അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഉടനെ തന്നെ സ്ട്രെയിറ്റ് ചെയ്ത് വിടുക സ്ട്രെയിറ്റ്നർ എടുത്തിട്ട്. പിന്നെ സ്ട്രെയിറ്റ്നറും ഡ്രയറും ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുക. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ, ഡ്രയർ അത്യാവശ്യമില്ല, സ്ട്രെയിറ്റ്നർ എന്തായാലും വേണം. സ്ട്രെയിറ്റ്നർ ഇല്ലാതെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് ഫുൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സ്ട്രെയിറ്റ്നർ ഏതാണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടാകും. ഒരു മിനിറ്റ് ഞാനിപ്പോ കാണിക്കാം. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന സ്ട്രെയിറ്റ്നർ ഇതാണ് കേട്ടോ, ഫിലിപ്സിന്റെ ആണ്. ഫിലിപ്സിന്റെ ഇതിന്റെ പേര് സെൽഫീൻ എന്തോ ആയിരുന്നു കേട്ടോ, എനിക്ക് പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ വില വന്നിട്ട് ഞാൻ മേടിക്കുമ്പോ എനിക്ക് തോന്നുന്നു ഒരു 1000 മേടിക്കുമ്പോ എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് ആയിട്ട്. കാരണം ഞാനിത് മേടിച്ചിട്ട് ഇപ്പൊ എനിക്കൊരു 6 വർഷം ആവുന്നു. 6 വർഷം കഴിഞ്ഞു. 2018 ഞാനിത് മേടിക്കുന്നത്. 2018 ഞാനിത് മേടിക്കുന്നത്. ഇപ്പൊ ഇത്രയും വർഷമായില്ലേ, ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല വില. എനിക്ക് തോന്നുന്നു ഒരു 1000-നടുത്ത് എത്രയോ ആയിരുന്നു. എത്രയാന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷെ ഇപ്പൊ ഇതിന്റെ വില 1200 സംതിങ് എന്തോ ആണ് ആമസോണില്. ഞാൻ ഫ്ലിപ്കാർട്ടിലെയും ആമസോണിലെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഇതൊരു സെറാമിക് കോട്ടിംഗ് ഉള്ളതാണ്. അപ്പൊ നമ്മുടെ ഹെയറിന് അത്ര ഡാമേജ് ഒന്നും വരില്ല. സെറാമിക് കോട്ടിംഗ് ഉള്ള സ്ട്രെയിറ്റ്നർ തന്നെ നിങ്ങൾ പ്രിഫർ ചെയ്യുക, അല്ലെങ്കിൽ ഹെയർ ഭയങ്കര ഫ്രിസി ആകും. ഞാൻ ഇടയ്ക്ക് ആദ്യം ഇത് മേടിക്കുന്നതിന് മുന്നേ എനിക്ക് സെറാമിക് കോട്ടിംഗ് ഇല്ലാത്ത ഒരു സ്ട്രെയിറ്റ്നർ, എനിക്ക് തോന്നുന്നു എന്ത് പേരെന്താന്ന് ഞാൻ ഓർക്കുന്നില്ല, അതിന്റെ സ്ട്രെയിറ്റ്നർ ഞാൻ യൂസ് ചെയ്ത് എന്റെ ഹെയർ നല്ല ഫ്രിസി ആയിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ സ്ട്രെയിറ്റ്നർ മേടിച്ചത്. ഇത് നല്ലതാണ് കേട്ടോ. ഇത്രയും വർഷമായിട്ട് ഇതിനൊരു കേടും വന്നിട്ടില്ല. മാത്രമല്ല ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും കേട്ടോ. 360 ഡിഗ്രിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ എവിടെയെങ്കിലും കുത്തിയിരിക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ ഒരു വയറിനൊരു അങ്ങനെ ഒരു കേടൊന്നും വരില്ല. മീൻസ് ചിലതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ വെക്കുമ്പം അകത്തെ വയർ കട്ടായി പോകാനൊക്കെ സാധ്യത. പക്ഷെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈസി ടു യൂസ് ആണ് കേട്ടോ. നമുക്ക് നല്ല എന്താ പറയുന്നത്, ഈസിയാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇതില് ഡിസ്പ്ലേ LED ഡിസ്പ്ലേ അങ്ങനൊന്നുമില്ല. ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇതിലൊരു ഒറ്റ ഒരു ഇതേ ഉള്ളൂ, ഹീറ്റ് മോഡേ ഉള്ളൂ.
അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതുവരെ അതിന് വെച്ചിട്ട് ഒരു കുഴപ്പമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. മുടി കരിയോ അല്ലെങ്കിൽ ഓവർ ഹീറ്റോ ഹീറ്റ് ഇല്ലാഴിക വരികയോ അങ്ങനെയൊന്നുമില്ല. ഇതൊരു ഫിക്സഡ് ഹീറ്റാണ്, പക്ഷെ ഇതെനിക്ക് കറക്റ്റ് ആണ് കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സ്ട്രെയിറ്റ്നർ ഫിലിപ്സ്. ഓക്കെ, അപ്പം ഡ്രയർ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രയർ ഇതാണ്. അതും ഫിലിപ്സിന്റെ തന്നെയാണ്. ഇതിന് എനിക്ക് തോന്നുന്നു ഒരു 800-നകത്തേ ഉള്ളായിരുന്നു ഇതിന്റെ വില. ഇപ്പൊ എത്രയാണെന്ന് എനിക്കറിയില്ല. ഫിലിപ്സിന്റെ ഇതില് 1000 വോൾട്ട്സ് ആണ്. സലൂൺ ഡ്രൈ കോമ്പാക്ട് എന്ന് എഴുതിയിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഇതിന്റെ പേരൊന്നും കാണുന്നില്ല. ഇതും ഞാൻ മേടിച്ചിട്ട് ഇപ്പൊ ഒരു 3 വർഷത്തിന് മേളിൽ 3 വർഷത്തിന് മേളിലായിട്ടുണ്ട്. ഇതുവരെ അങ്ങനെ കുഴപ്പമൊന്നും വന്നിട്ടില്ല. ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു അടിച്ചു പോയിന്ന്, പക്ഷെ അടിച്ചു പോയിട്ടില്ലായിരുന്നു. ഇത് കട്ട് ഓഫ് ആകും ഇടയ്ക്ക് കേട്ടോ. ഓവർ ഹീറ്റ് ആകുമ്പോൾ ഇത് കട്ട് ഓഫ് ആകാറുണ്ട്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് അഫോർഡബിൾ ആണ് എല്ലാവർക്കും. ഒരു 700 or 800 അതിനുള്ളിലേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് റേഞ്ച്. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടവർക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യുന്ന, സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എന്റെ മെയിൻ ആയുധങ്ങൾ. അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ 2 കാര്യങ്ങൾ മെയിൻ ആയിട്ട് പറയാനായിട്ട് ഞാൻ വന്നത്. ഫേസ് വാഷ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, അതുപോലെ ഹെയർ ടൈ ചെയ്യാതിരിക്കുക. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. അതുപോലെ നിങ്ങളുടെ ഇനി സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ ഇതുപോലെ വീഡിയോ ആയിട്ടിടാം. അപ്പം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കിട്ടുമല്ലോ. ഇതിപ്പോ ഞാൻ ഓരോരുത്തരോട് എല്ലാവരും മിക്കവരും സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരേ ഇത് തന്നെ പറഞ്ഞ് എനിക്ക് കൈ കഴിച്ചു. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ടിടാന്ന് വിചാരിച്ചത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് വരുവാണെങ്കിൽ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടിരിക്കാം. ബൈ.